എന്തുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നു ബി.ജെ.പി. സർക്കാർ, കേന്ദ്ര സർക്കാർ എന്നിടത്ത് തമിഴ്നാടിനോടുള്ള ഒരു ഭയം, രാഷ്ട്രീയ ഭയം കേരളത്തോട് തോന്നേണ്ടതില്ല എന്ന ബി.ജെ.പിയുടെ ഒരു സാഹചര്യമാണോ? അതാണ് ആദ്യം ഒന്ന് അന്വേഷിക്കേണ്ടത്. എന്നിട്ട് നമുക്ക് കാര്യങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് വരാം. അഡ്വക്കേറ്റ് കൃഷ്ണദാസ്, എന്താണ് കേരളത്തോട് ഇങ്ങനെ? നിങ്ങളും ബി.ജെ.പിയുടെ കേരള ഘടകമാണല്ലോ, നിങ്ങൾക്കും ഇതൊക്കെ എങ്ങനെ പറയാൻ സാധിക്കുന്നു? വയനാട്ടിലെ ചൂരൽമല, മുണ്ടക്കൈ പ്രദേശത്തെ ആളുകൾ കൂടി അവർക്ക് ഉണ്ടായ ദുരന്തത്തിൽ സഹായിച്ചതിന് അവർ തന്നെ പണം കൊടുത്തോട്ടെ, അവർക്ക് കൂടി അവകാശപ്പെട്ട കേരളത്തിൻ്റെ പണം കൊടുക്കട്ടെ എന്നൊക്കെ പറയാൻ ഡൽഹിയിലിരിക്കുന്നവർക്ക് തോന്നുന്നത് അതേ വികാരത്തോടു കൂടി തന്നെയാണോ നിങ്ങളൊക്കെ പറയുന്നത്? ബഹുമാനപ്പെട്ട ഡോക്ടർ ലാൽ, എനിക്ക് അങ്ങയോട് ആദ്യമേ തന്നെ ഒരു അഭ്യർത്ഥന വെക്കാനുള്ളത്, നമ്മുടെ ഈ ചർച്ച ഒരു രാഷ്ട്രീയപരമായ ചർച്ച എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് ഇത് വസ്തുതാപരമായിട്ടുള്ളൊരു അന്വേഷണം എന്നുള്ള നിലക്ക് പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ സംസാരത്തിനിടയിൽ അങ്ങ് നമ്മുടെ രാഷ്ട്രീയ ചർച്ചയിൽ ഉണ്ടാക്കുന്നത് പോലെ ഒരു തടസ്സം ഉണ്ടാക്കരുതെന്ന് ഞാൻ ആദ്യമേ തന്നെ അഭ്യർത്ഥിക്കാം. ഉപചോദ്യങ്ങൾക്ക് യാതൊരു തടസ്സവും ഞാൻ വെക്കുന്നില്ല. നമ്മുടെ രാജ്യത്തെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിൻ്റെ നടപടിക്രമങ്ങൾ സാധാരണ നിലക്ക് ചെയ്യുന്നത് 2010 ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഹോം മിനിസ്ട്രി ഇറക്കിയിട്ടുള്ള ഒരു ഗൈഡ് ലൈൻ്റെ ഓർഡറിൻ്റെ OM-ൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് അതെല്ലാം ചെയ്യുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ NDRF-ൻ്റെയും SDRF-ൻ്റെ ഒക്കെ ഫണ്ടുകളുടെ അലോക്കേഷനും അതിൻ്റെ പെർസെൻറ്റേജും ഒക്കെ തീരുമാനിച്ച് സെൻട്രൽ ഗവൺമെൻറ് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നതും എല്ലാ സംസ്ഥാനങ്ങൾക്കും കൊടുക്കുന്നതും ഒക്കെ ആ തരത്തിലാണ്. അങ്ങനെ നിലവിൽ 30/11/2024 അവസാനത്തെ അലോട്ട്മെൻറ്റ് അടക്കമുള്ള കാര്യങ്ങൾ എല്ലാ സംസ്ഥാനങ്ങൾക്കും അതാത് സംസ്ഥാനങ്ങളുടെ ഫണ്ട് അലോക്കേഷൻ അനുസരിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒരു കണക്ക് വെച്ച് നോക്കിയാൽ നിലവിൽ കേരളത്തിന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ SDRF NDRF ഫണ്ടുകളുടെ അലോക്കേഷൻ അനുസരിച്ച് കിട്ടിയിട്ടുള്ളത് 291 കോടി രൂപ, 291.2, 96.8, ആകെ 388 കോടി രൂപ. മൂന്നാമത്തെയും ഗഡുക്കളായിട്ട് 145.6 കോടി രൂപ വീതം അങ്ങനെ ആണ് നിലവിൽ കിട്ടിയിട്ടുള്ള തുക. ഇതിനെ സംബന്ധിച്ച് എനിക്ക് ഇനി സൂചിപ്പിക്കാനുള്ളത് 2 കാര്യങ്ങളാണ്. ഒന്ന്, കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കാര്യവും ഞാൻ ഈ ചർച്ചയിൽ ആധികാരികമായി പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതിൻ്റെ കാരണം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ കാര്യങ്ങളും ബഹുമാനപ്പെട്ട കേരള സർക്കാർ ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള അവരുടെ 121 പേജിൽ അഫിഡവിറ്റിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ സുഹൃത്ത് ഡോക്ടർ ലാൽകുമാർ അതെല്ലാം കൃത്യമായി പരിശോധിച്ചിട്ടുണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ 2ാമത്തെ പേജുണ്ട് ഈ ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള പറഞ്ഞു പോവുകയാണ്. അതിൻ്റെ 2ാമത്തെ പേജിൽ പറഞ്ഞിരിക്കുന്നത്, 2ാമത്തെ പേജിലെ അവസാനത്തെ കോളത്തിൽ മേജർ ജനറൽ എക്സ്പെൻസസ് എന്ന് പറയുന്ന ഹെഡിങ്ങിൽ D എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് KSEB ആസ് പെർ SDRF നോംസ് 9 കോടി രൂപ എന്നാണ്. ഞാൻ അതിൻ്റെ ഒരു കാരണം എൻ്റെ ഒരു അറിവനുസരിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ രാജ്യത്തെ ഏത് ബജറ്റ് അവതരിപ്പിക്കുമ്പോഴും സംസ്ഥാന ബജറ്റാണെങ്കിലും കേന്ദ്ര ബജറ്റാണെങ്കിലും അത് അവതരിപ്പിക്കുമ്പോൾ അതാത് ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് ഫണ്ട് അലോക്കേഷൻ നടത്തി ആ ഫണ്ട് അലോക്കേഷൻ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചെലവിൻ്റെ ഭാഗമായി വന്നാൽ ഡിപ്പാർട്ട്മെൻ്റൽ അഡ്ജസ്റ്റ്മെൻറ്റ് വഴിയോ ബിൽ പേയ്മെൻറ്റ് വഴിയോ അത് കൊടുത്തു തീർക്കുക എന്നുള്ളതാണ്. എൻ്റെ ഒരു പരിമിതമായിട്ടുള്ള അറിവ് വെച്ചിട്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് KSEBയെ സംബന്ധിച്ച്, വാട്ടർ അതോറിറ്റിയെ സംബന്ധിച്ച്, കേരളത്തിലെ PWDയെ സംബന്ധിച്ച്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ച്, ദേവസ്വം വകുപ്പുകളെ സംബന്ധിച്ച് ഈ തരത്തിലൊക്കെ ഉണ്ടാകുന്ന ചെലവുകൾ സാധാരണ നിലക്ക് അവർ അതാത് ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് ബില്ല് കൊടുക്കുന്നു, അത് റീപേ ചെയ്യുന്നു. ഒന്നുകിൽ ബുക്ക് അഡ്ജസ്റ്റ്മെൻ്റ് ആയിരിക്കാം, അതല്ലെങ്കിൽ പേയ്മെൻറ്റ് നടത്തിയിട്ട് അതാത് ഡിപ്പാർട്ട്മെൻറ്റുകൾ പണം കൈപ്പറ്റുന്നു എന്നുള്ളതാണ്. അതിനെ സംബന്ധിച്ച് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളത്, ചില സർക്കാർ ഓഫീസുകളുടെ ബില്ല് KSEB ഊരി ചില സർക്കാർ ഓഫീസുകളുടെ വാട്ടർ കണക്ഷൻ വാട്ടർ അതോറിറ്റി വിച്ഛേദിച്ചു. ഇതൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അതിൻ്റെ കാരണം നമ്മൾ മനസ്സിലാക്കുന്നത്, സർക്കാർ വകുപ്പുകൾക്കുള്ള ഫണ്ട് അലോട്ട്മെൻറ്റ് വകുപ്പിനനുസരിച്ച് കൊടുക്കുന്നത് പോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റും കേന്ദ്ര ബജറ്റിൽ അങ്ങനെ തന്നെയാണ് കൊടുക്കുന്നത്. അങ്ങനെ തന്നെ കൊടുക്കാൻ കഴിയും. SDRF-നെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ്. NDRF-ൻ്റെ ഫണ്ടിൽ നിന്ന് കൊടുക്കുന്ന പണം എടുത്തിട്ട് ചെലവഴിക്കാൻ കഴിയും. അങ്ങനെ ചെലവഴിച്ചിട്ടുള്ള പണമാണ് ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ KSEBക്ക് SDRF ഫണ്ടിൽ നിന്ന് കൊടുത്തു എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പറയുന്ന 9 കോടി രൂപ. ഞാൻ അതിലേക്ക് അത് കൊടുക്കണമെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. കാരണം അത് കൊടുക്കാതിരിക്കാൻ കഴിയില്ല. അത് ആ സർക്കാർ വകുപ്പിന് ചിലവായിട്ടുള്ള പണമാണ്. ഇനി അതേ അഫിഡവിറ്റിൽ തന്നെ
മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കൂടി ഞാൻ അങ്ങയുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. അങ്ങയുടെ കയ്യിലത് ഉണ്ടാകാതിരിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് ആ ഭാഗം കൂടി ഞാൻ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സെൻട്രൽ ഗവൺമെൻറ് കൊടുത്തു എന്ന് പറയുന്ന നമ്മളിപ്പോൾ ചർച്ചയ്ക്ക് വിധേയമായിട്ടുള്ള ബില്ല്, ആ ബില്ല് ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള അഫിഡവിറ്റിൻ്റെ പേജ് നമ്പർ 42 ഹൈക്കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അത് പ്രകാരം അതിൻ്റെ 43-ാമത്തെ പേജിൽ കൃത്യമായി ആ ഗവൺമെൻറ് ആവശ്യപ്പെട്ടിട്ടുള്ള, അതായത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ആവശ്യപ്പെട്ടിട്ടുള്ള ബില്ലിൻ്റെ അനക്ഷർ കൊടുത്തിട്ടുണ്ട്. ആ അനക്ഷറിൽ 1 മുതൽ 6 വരെ എന്ന് പറയുന്നത് 2006 കൊടുത്തിട്ടുള്ള ഒരു ബില്ലും 2016 17 കൊടുത്തിട്ടുള്ള 2 ബില്ലുകളുമാണ്. ഞാൻ അതിൻ്റെ തുകയൊന്ന് മാറ്റി വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. 2006 ഒരു ബില്ലിൽ 4.5 ലക്ഷം രൂപ കൊടുക്കാൻ പെൻഡിംഗ് ഉണ്ട്. 2016 5 ബില്ലുകളിലായി 2 കോടി രൂപ കൊടുക്കാൻ പെൻഡിംഗ് ഉണ്ട്. 2017 ഇതുപോലെ തന്നെ 6 ബില്ലുകളിലായി 9 കോടി രൂപ കൊടുക്കാൻ പെൻഡിംഗ് ഉണ്ട്. 2018 ഏതാണ്ട് 12 മുതൽ 51 വരെ ഏതാണ്ട് 39-40 ബില്ലുകളിലായി 100 കോടി രൂപ കൊടുക്കാനുണ്ട്. ഇത് പ്രളയ കാലഘട്ടത്തിലേതാണ്. 100 കോടി രൂപ കൊടുക്കാനുണ്ട്. 2019 ഇതുപോലെ തന്നെ 4-5 ബില്ലുകളിലായി 2.5 കോടി രൂപ കൊടുക്കാനുണ്ട്. 2021 4 ബില്ലുകളിലായി 3 കോടി രൂപ കൊടുക്കാനുണ്ട്. 2024 6 ബില്ലുകൾ, അതാണ് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത്, 6 ബില്ലുകളിലായി 13.5 കോടി രൂപ കൊടുക്കാനുണ്ട്. എന്ന് പറഞ്ഞാൽ താങ്കൾ സൂചിപ്പിക്കുന്നത് പോലെ, അല്ലെങ്കിൽ എൻ്റെ സുഹൃത്ത് ശ്രീ ലാൽകുമാറൊക്കെ ഇപ്പോൾ സൂചിപ്പിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് വലിയ അവഗണന കാണിച്ചു, പണമെല്ലാം ചോദിച്ചു എന്ന് പറയുന്നത് 2006 ബില്ല്, 2016 ബില്ല്, 17 ബില്ല്, 18 ബില്ല് തുടങ്ങി ഇങ്ങോട്ടേക്ക് വന്ന് 2024 ബില്ല് വരെയുള്ള ടോട്ടൽ ബില്ലിനെ സംബന്ധിക്കുന്നതാണ് ഈ 132 കോടി രൂപ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഒരു അതിലേക്ക് വരാം. നമുക്ക് ഇവിടെ ഈ ഘട്ടത്തിൽ 5 മിനിറ്റ് ഒറ്റ സെന്റൻസ് ഞാൻ പറയട്ടെ. ഒറ്റ സെന്റൻസ് പറഞ്ഞാൽ അവസാനിപ്പിക്കാന്ന്. ഇതിൽ ഏതെങ്കിലും ഒരു ബില്ല് സംസ്ഥാനം കൊടുത്തിട്ടുണ്ടോ? സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗമായി SDRF ഫണ്ടിൽ നിന്ന് കൊടുക്കണം. അങ്ങനെ കൊടുക്കാൻ കഴിയൂ. SDRF ഫണ്ടിൽ നിന്ന് മാത്രമേ ഇത് കൊടുക്കാൻ കഴിയൂ. അങ്ങനെ അതിനുള്ള വകുപ്പ് 12 വകുപ്പുകളിലായി ഞാൻ നേരത്തെ പറഞ്ഞ 2010 NDRF നോംസ് അനുസരിച്ച് SDRF വരുന്ന ഫണ്ടിൽ നിന്നാണ് ഈ തരത്തിലുള്ള എക്സ്പെൻസുകൾക്ക് കൊടുക്കേണ്ടത്. അങ്ങനെ അല്ലാതെ ഏതെങ്കിലും ഒരു പണം സംസ്ഥാനത്തിന് കൊടുക്കേണ്ടി കാര്യങ്ങൾ എനിക്ക് വ്യക്തതക്കുറവുള്ളത് കൊണ്ടല്ല ഞാൻ ഇടപെട്ടത്. താങ്കൾ അത് മനസ്സിലാക്കൂ. ഇതൊക്കെ നമ്മൾ ദിവസേന കേൾക്കുന്നുണ്ട്. ഇതെല്ലാം കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റിലുള്ള കാര്യങ്ങൾ താങ്കൾ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഇതിലൊന്നും സംശയമില്ല. ഇത് വായിച്ചെടുക്കാൻ വേണ്ടി കേരളത്തിലെ BJPയുടെ പ്രതിനിധികൾ വൈകുന്നേരം നമ്മുടെ ചാനലുകളിൽ വന്നിരിക്കേണ്ടതുണ്ടോ? വേണ്ടല്ലോ. നമ്മുടെ ആളുകൾക്ക് സാക്ഷരതയുണ്ടല്ലോ, അവർക്കിത് വായിച്ചെടുക്കാമല്ലോ. എൻ്റെ ചോദ്യം അതായിരുന്നില്ല. ഞാൻ ആദ്യം താങ്കളോട് ചോദിച്ചത് എന്താണ്, കേരളത്തിലുള്ള അതെ ആ തെറ്റ് ഞാൻ ചെയ്തു. ഞാനിത് വായിച്ചില്ല. അതെ ഞാൻ വായിച്ചില്ല. എന്റെ വികാരം കേരളത്തിനൊപ്പമായിരുന്നു, വയനാടിനൊപ്പമായിരുന്നു, ചൂരൽമലയ്ക്കൊപ്പമായിരുന്നു, മുണ്ടക്കൈക്കൊപ്പമായിരുന്നു. അല്ല, താങ്കളുടെ വികാരം കേന്ദ്രത്തിലെ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ, കേന്ദ്ര സർക്കാരിന്റെ അഫിഡവിറ്റിൽ പറഞ്ഞിരിക്കുന്ന വികാരമാണ്. അവിടെയുള്ള വയനാട്ടിലുള്ള ഈ സ്പെഷ്യൽ പാക്കേജ് ആവശ്യമുള്ള ആളുകളുടെ വികാരമല്ല. അതാണ് ഞാൻ ആളുകൾ കേൾക്കട്ടെ എന്ന് പറഞ്ഞ് വിട്ടുകൊടുത്തുകൊണ്ടിരുന്നത്. ഇത് ആളുകൾ കേൾക്കട്ടെ എന്ന് പറഞ്ഞ് 5 മിനിറ്റ് ഞാൻ ഇടപെടാതിരുന്നതിന്റെ കാരണം ഇതാണ്. താങ്കളുടെ വികാരം ആളുകൾ മനസ്സിലാക്കണം. വയനാടിന്റെ വികാരമല്ല, ചൂരൽമലയുടെ വികാരമല്ല, എന്റെ വികാരം അതല്ല. താങ്കളുടെ വികാരത്തിനൊപ്പമല്ല ഞാൻ, വയനാടിന്റെ വികാരത്തിനൊപ്പമാണ്. ഞാൻ അതുകൊണ്ട് താങ്കളോട് ചോദിക്കുകയാണ്. ഞാൻ അതുകൊണ്ട് താങ്കളോട് ആദ്യം ചോദിച്ച അതേ ചോദ്യം വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ് സാർ. അതായത് കേരളത്തിലെ BJPക്കാർക്ക് ഈ ഡൽഹിയിൽ ഇരിക്കുന്നവരുടെ അതേ വികാരമാണോ, അതോ നമ്മുടെ മലയാളികളുടെ ഈ ദുരന്തത്തിൽപ്പെട്ട ആളുകൾക്കൊപ്പം നിന്നുകൊണ്ട് ഈ തമിഴ്നാട്ടിൽ ദുരന്തത്തിൽപ്പെട്ടവർക്കൊക്കെ അവരോടൊപ്പം നിന്നൊരു വികാരമുണ്ടല്ലോ, അതേ വികാരത്തോടു കൂടി കേരളത്തിന് വയനാട്ടിലൊരു സ്പെഷ്യൽ പാക്കേജ് വേണം, അല്ലാതെ 2006 2010 കിട്ടാനുള്ളതുപോലെ അവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞ് കൊടുക്കുന്നതല്ല, ഒരു സ്പെഷ്യൽ പാക്കേജ് വേണം എന്ന് നിങ്ങൾക്കൊരു ആഗ്രഹമുണ്ടോ? പറയാനെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? ഞാൻ അതിനും ആശ്രയിക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ് കൊടുത്തിട്ടുള്ള അഫിഡവിറ്റിൻ്റെ ഭാഗം തന്നെയാണ്. അതിൻ്റെ കാരണം ഞാൻ അതല്ലാതെ കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞാൽ
അത് അങ്ങ് ധരിക്കുക രാഷ്ട്രീയപരമായി പറയുന്നു എന്നുള്ളതായിരിക്കും. അതേ അഫിഡവിറ്റിൽ തന്നെ മറ്റൊരു പാരഗ്രാഫിൽ പറയുന്നുണ്ട്, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2221 കോടി രൂപയുടെ പാക്കേജുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത് 27/3/11 എന്നുള്ളത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇനി അതിന്റെ അടുത്ത ഭാഗം കൂടി പറയാൻ ആഗ്രഹിക്കുന്നത്, അതേ റിപ്പോർട്ടിൽ തന്നെ അതിന്റെ അനക്ഷർ 4 ആയി മറ്റൊരു കാര്യം പറഞ്ഞിരിക്കുന്നു. അതായത് ഇനി അങ്ങോട്ടേക്കുള്ള ചെലവുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ കണക്കാക്കാൻ സർക്കാർ പോകുന്നതേ ഉള്ളൂ. അങ്ങനെ കണക്കാക്കാൻ പോകുന്നത് 2025 ജാനുവരി 15-ാം തീയതിക്കുള്ളിലാണ് എന്നും കൂടി പറയുന്ന ഗവൺമെന്റ് ഓർഡർ കൂടി അതിനകത്തുണ്ട്. ഇതൊക്കെ നോക്കിയാണോ തമിഴ്നാട്ടിൽ കൊടുത്തത്? ഇതൊക്കെ നോക്കിയാണോ ആന്ധ്രാപ്രദേശിൽ കൊടുത്തത്? ഇതൊക്കെ നോക്കിയാണോ ബീഹാറിൽ കൊടുത്തത്? ഇതൊക്കെ നോക്കിയാണോ ഒഡീഷയിൽ കൊടുത്തത്, ത്രിപുരയിൽ കൊടുത്തത്? കേരളത്തിന് മാത്രം അവർ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം സാർ. അങ്ങൊരു മലയാളിയല്ലേ, കേരളീയനല്ലേ, വയനാടിനോട് സ്നേഹമുള്ള ആളല്ലേ, അങ്ങിങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണ്? 30/11/2024 ഞാൻ എൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഞാൻ പറഞ്ഞു, 30/11/2024 രാജ്യത്തെ 26 സംസ്ഥാനങ്ങൾക്ക് കൊടുത്തിട്ടുള്ള ഫണ്ടുകളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അതിൽ കേരളത്തിന് കൊടുത്തിട്ടുള്ളതും പറയുന്നുണ്ട്, എല്ലാ സംസ്ഥാനങ്ങൾക്ക് കൊടുത്തിട്ടുള്ളതും പറയുന്നുണ്ട്. ഇനി അങ്ങ് ചോദിച്ച ചോദ്യത്തിലേക്ക് തന്നെയാണ് ഞാൻ വരുന്നത്. ഞാൻ പൂർത്തിയാക്കട്ടെ. നിങ്ങൾ പറയുന്നത് 2221 കോടി രൂപ ആകെ ഇനി വേണം എന്നാണ്. എൻ്റെ അഭിപ്രായം തിരിച്ചാണ് ഡോക്ടർ ലാൽ. അങ്ങനെ അത് മാത്രം മതിയോ എന്നാണ് ഞാൻ തിരിച്ചു ചോദിക്കുന്നത് അങ്ങയോട്. കേരളത്തിന് 2221 കോടി രൂപ കൊണ്ട് വയനാട്ടിൽ ഉണ്ടായിട്ടുള്ള മുഴുവൻ നഷ്ടവും നികത്തി മുന്നോട്ട് പോകാൻ കഴിയുമോ? അങ്ങനെ കഴിയുമെന്നാണോ നിങ്ങൾ കരുതുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എത്രയോ കുറച്ചാണ് ആ ഫണ്ട് അവിടെ. അങ്ങനെയാണെങ്കിൽ അത് പറയണം. ഇത് കുറഞ്ഞു പോയി, അതുകൊണ്ടാണ് ഞങ്ങൾ കൂടുതൽ ചോദിക്കുന്നു. ബിജെപിയുടെ അഭിപ്രായം ഇതാണ്. ഞങ്ങളുടെ കയ്യിൽ ഒരു രേഖയുണ്ട്, ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. അത് കേരളം കൊടുത്ത പൈസയുടെ ആ തുകയല്ല. ഞങ്ങൾക്ക് ഒരു 5000 കോടി വേണമെന്ന് നിങ്ങൾ പറഞ്ഞോ ഇതുവരെ? ഇതൊരു തോപ്പിക്കാൻ വേണ്ടി എന്തോ വിളിച്ചു പറയുന്ന പോലെ ആയിപ്പോയില്ലേ?